ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഫിസിക്സിലെ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന പുതിയൊരു ക്ലാസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അടുത്തൊരു ടോപ്പിക്കാണ് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. അപ്പോൾ നമ്മുടെ റെയിൽവേ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഓർഡർലി നമ്മൾ ക്ലാസ്സസ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്ലാസ്സസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഫിസിക്സ് വർക്ക് എനർജി പവർ കഴിഞ്ഞു. ഇനി അടുത്തത് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് വേണ്ടി ആദ്യത്തെ വീഡിയോ കാണുക. ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ സിലബസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിലബസിൽ പറയുന്ന ഓരോ ടോപ്പിക്കായിട്ടാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഇനി മുതൽ വരുന്ന സെഷൻസ് ഇന്ന് പാർട്ട് 1 ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ക്ലാസ് എടുക്കും. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇനിയും ക്ലാസ്സസ് ഉണ്ട്. ഒറ്റ ക്ലാസ് കൊണ്ട് തീരുന്ന ഒരു ടോപ്പിക്കല്ല. അപ്പോൾ ഫസ്റ്റ് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഹീറ്റ്, എന്താണ് ടെമ്പറേച്ചർ എന്ന ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ. ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഹീറ്റ് ഇസ് എ ഫോം ഓഫ് എനർജിയുടെ ഒരു ഫോമാണ്. ഹീറ്റ് എനർജി എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഹീറ്റ് എനർജിയുടെ ഒരു ഫോമാണ്, ഹീറ്റ് എനർജി എന്നാണ് പറയുന്നത്. അതുപോലെ ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനകത്തുള്ള ഹീറ്റിൻ്റെ ഒരു മെഷർ ആണ്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ഹോട്ട്നെസ്, ചൂടോ അതിൻ്റെ തണുപ്പോ ഒക്കെ മെഷർ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു ടേം. അപ്പോൾ ഈ രണ്ട് ടേമും ഇൻ്റർ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന രണ്ട് ടേംസ് ആണ്. അപ്പോൾ ഹീറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. അതുപോലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ ചൂടിൻ്റെ മെഷറാണ്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് എത്രമാത്രം ഹോട്ടാണ്, എന്തുമാത്രം കോൾഡ് ആണ് എന്നുള്ളതിൻ്റെ മെഷറാണ് ടെമ്പറേച്ചർ. അപ്പോൾ രണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ടേമാണ് ഹീറ്റും ടെമ്പറേച്ചറും. ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഈ ബേസ് ആയിട്ട് എന്താണെന്ന് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. ഹീറ്റ് എന്താണ്, ടെമ്പറേച്ചർ എന്താണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു. ഇനിയും ഹീറ്റ് ടെമ്പറേച്ചറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ റിയൽ ലൈഫിൽ, ഡേ ടു ഡേ ലൈഫിൽ ഹീറ്റ് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഡേ ടു ഡേ ലൈഫിൽ. എന്തൊക്കെയാണ് അതിനുള്ള എക്സാമ്പിൾസ്? നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എവിടെയൊക്കെയാണ് നമ്മൾ ടെമ്പറേച്ചർ, ഹീറ്റ് പറയുന്ന ടേംസ് ഒക്കെ യൂസ് ചെയ്യുന്നത്? കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. കുക്ക് ചെയ്യുമ്പോൾ ഇത്ര ടെമ്പറേച്ചറിൽ ചൂടാക്കി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ വളരെ ചൂടുള്ള പദാർത്ഥങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്, ഹീറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ ഹീറ്റ് ചെയ്യാറുണ്ട് കുക്കിംഗ് ചെയ്യുമ്പം. അല്ലെങ്കിൽ അയൺ ക്ലോത്ത്സ് അയൺ ചെയ്യുമ്പം വളരെ വലിയ ടെമ്പറേച്ചറിൽ ആ അയൺ ബോക്സിനെ ചൂടാക്കിയിട്ട് നമ്മൾ അത് ക്ലോത്ത്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട് ആ ഹീറ്റ്. അത് ആ ക്ലോത്ത്സ് കുറേയും കൂടെ ക്ലീൻ ആക്കി, റിങ്കിൾ ഫ്രീ ആക്കി വെക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഫ്രിഡ്ജിലാണെങ്കിൽ ലോ ടെമ്പറേച്ചറിൽ നമുക്ക് ഒബ്ജക്റ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. 0 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാക്കി നമ്മൾ ഐസ് ക്യൂബ്സ് ആക്കി മാറ്റും. അല്ലാതെ ഒബ്ജക്റ്റ് കേടുകൂടാതെ നമ്മൾ കുറഞ്ഞ ടെമ്പറേച്ചറുകളിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും. അതുപോലെ മൈക്രോവേവ് ഓവൻ ആണെങ്കിലോ അതിൽ ഹൈ ടെമ്പറേച്ചർ, വളരെ പെട്ടെന്ന് ഒബ്ജക്ട്സ് ചൂടാക്കാൻ വേണ്ടി നമ്മൾ മൈക്രോവേവ് ഓവൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ ചൂടായിട്ടുള്ള ചായ, ഹോട്ട് ബിവറേജസ്, ചൂടായിട്ടുള്ള കോഫി, ചൂടായിട്ടുള്ള വെള്ളം, ഇതെല്ലാം നമ്മൾ കുടിക്കാറുണ്ട്. ഇതെല്ലാം അതുപോലെ മെൽറ്റിംഗ് ഐസ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് അത് മെൽറ്റ് ചെയ്ത് അത് വെള്ളമായി മാറുന്നതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാകും. ഇതെല്ലാം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാറുള്ള ഫിനോമിനൻസ് ആണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയുന്ന കാര്യമാണ് ഫിസിക്സിൽ, നമുക്കറിയുന്ന നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കാൻ നമുക്ക് കുറേ കൂടി എളുപ്പമായിരിക്കും, കമ്പാരിറ്റീവ്ലി സിമ്പിളായിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ, എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹീറ്റ് എന്താണെന്നുള്ള ടേമിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഹീറ്റ്, നേരത്തെ പറഞ്ഞതുപോലെ, ഹീറ്റ് is a form of energy which is transferred due to temperature difference. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ള സ്ഥലത്താണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. നമുക്കറിയാം 100 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉള്ള ഒരു പദാർത്ഥം, ഇവിടെ 20 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉള്ള പദാർത്ഥം. നമുക്ക് 100 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നമുക്ക് ചിലപ്പം മനസ്സിലാകുന്നുണ്ടാവും. അല്ലെങ്കിൽ 0 ഡിഗ്രി എന്ന് വെച്ചാൽ എത്രയാണെന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് 100 ഡിഗ്രി ഉള്ളൊരു ഒബ്ജക്റ്റും 20 ഡിഗ്രി ടെമ്പറേച്ചർ ഉള്ള ഒരു ഒബ്ജക്റ്റിന് തമ്മിൽ ചേർത്ത് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ എവിടെ നിന്ന് എങ്ങോട്ടാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്? 100 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 20 ഡിഗ്രി സെൽഷ്യസിലേക്ക്, ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഉള്ള ഭാഗത്തേക്ക്, അതായത് കൂടിയ ടെമ്പറേച്ചറിൽ നിന്നും കുറഞ്ഞ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. അൺടിൽ ദെയർ ടെമ്പറേച്ചർ ബിക്കംസ് ഈക്വൽ. ഈ രണ്ടിൻ്റെയും ടെമ്പറേച്ചർ ചിലപ്പോൾ 50 ഡിഗ്രിയോ അല്ലെങ്കിൽ 40 ഡിഗ്രിയോ ആകുന്നത് വരെ, രണ്ടിൻ്റെയും ടെമ്പറേച്ചർ സെയിം ആകുന്നത് വരെ ഇതിനകത്ത് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഹീറ്റിൻ്റെ ട്രാൻസ്ഫറിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഹീറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി വിച്ച് ഇസ് ട്രാൻസ്ഫേർഡ് ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടന്നത്. ഇവിടെ 30 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഒരു ഒബ്ജക്റ്റും വീണ്ടും 30 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഒരു ഒബ്ജക്റ്റും ചേർത്ത് വെച്ചാൽ ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുമോ? ഇല്ല. കാരണം അതിൻ്റെ ടെമ്പറേച്ചർ സെയിം ആണ്, ടെമ്പറേച്ചർ ഡിഫറൻസ് ഇല്ല, അവിടെ ഡിഫറൻസ് 0 ആണ്. അതുകൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല. ഇവിടെ ഒരേ ടെമ്പറേച്ചർ അല്ലാതെ ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ ഉള്ള രണ്ട് ഒബ്ജക്ട്സ് ചേർത്ത് വെച്ചാൽ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുമെന്ന് നമുക്കറിയാം. ഇനി ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ചേ, ഹീറ്റ് എനർജി ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ 2 or more systems or a
സിസ്റ്റം ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്സ്. സിസ്റ്റം സറൗണ്ടിങ്സ് എന്ന് പറയുന്ന തെർമോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആണ്. ആ ടേംസിൻ്റെ ഡീറ്റെയിൽസോട്ടൊന്നും പോകണ്ട. സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു ചെറിയ ഏരിയ, സ്പേസിലുള്ളൊരു ചെറിയ ഏരിയ ആണെന്ന് കരുതുക. അതാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റഡി പർപ്പസിന് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ എടുത്തിരിക്കുന്ന ആ ഒരു സ്പേസിനെ നമ്മൾ വിളിക്കുന്നതാണ് സിസ്റ്റം. മനസ്സിലായോ? അപ്പോൾ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹീറ്റിൻ്റെ തെർമോഡൈനാമിക്സിൻ്റെ പോയിന്റിൽ നമ്മൾ പറയുമ്പോൾ എന്താണ് സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റഡി പർപ്പസിന് വേണ്ടി, നമ്മുടെ ഒബ്സർവേഷന് വേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു സ്പേസിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സിസ്റ്റത്തിന് പുറത്തുള്ളതിനെല്ലാം നമ്മൾ എന്ത് പറയും? സറൗണ്ടിങ്സ് എന്ന് പറയും. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഫ്രിഡ്ജ് കൺസിഡർ ചെയ്യുന്നു. ഒരു ഫ്രിഡ്ജ് ഒരു ക്ലോസ്ഡ് സ്പേസ് അല്ലേ? അപ്പോൾ ഈ ഫ്രിഡ്ജിനകത്തുള്ള ഹീറ്റിനെ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ആ ഫ്രിഡ്ജ് എന്ന് പറയുന്നതിനെ നമ്മൾ സിസ്റ്റമായിട്ട് എടുക്കും. അതിന് പുറത്തുള്ള നമ്മുടെ യൂണിവേഴ്സ്, നമ്മുടെ സ്പേസിനെ നമ്മൾ എന്തായിട്ട് എടുക്കും? സറൗണ്ടിങ്സ് എടുക്കും. ഇതാണ് ഈ രണ്ട് ടേംസിൻ്റെയും ഒരു സിഗ്നിഫിക്കൻസ്, സിസ്റ്റം ആൻഡ് ഇറ്റ് സറൗണ്ടിങ്സ്. ഹീറ്റ് എനർജി ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ 2 or more systems ഓർ എ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്സ്. മനസ്സിലായല്ലോ? അപ്പോൾ സിസ്റ്റവും സറൗണ്ടിങ്സ് തമ്മിലോ അല്ലെങ്കിൽ രണ്ട് സിസ്റ്റംസ് തമ്മിലോ ഉള്ള ഹീറ്റ് ട്രാൻസ്ഫറിനെ പറ്റിയാണ് നമ്മൾ എപ്പോഴും പഠിക്കുന്നത്. അപ്പോൾ ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇനിയും ഒരു കാര്യം കൂടെ പറയാം. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദ ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഓഫ് എ ബോഡി. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഹീറ്റ് എനർജി എന്നൊക്കെ പറയുന്നത് എന്താണ്? ആ ഒരു സ്പേസിനകത്തുള്ള എല്ലാ മോളിക്യൂൾസിൻ്റെയും ആറ്റംസിൻ്റെയും കൈനറ്റിക് എനർജിയുടെ ആകെ തുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദ ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഓഫ് ദ ബോഡി. അപ്പോൾ അതാണ് ഹീറ്റ് എനർജിയുടെ ഡെഫിനേഷൻ. അപ്പോൾ എന്താണ് ഹീറ്റ് എന്ന് നമ്മൾ ജസ്റ്റ് നിങ്ങളോടൊന്ന് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്കാണ് പോകാനുള്ളത്. അപ്പം ഹീറ്റ് എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഹീറ്റ് എന്താണെന്ന്. അപ്പോൾ ഹീറ്റ് എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ ആയി. ഇനിയും നമ്മൾ ഹീറ്റ് മെഷർ ചെയ്യുന്ന SI യൂണിറ്റ് എന്താണ്? വാട്ട് ഈസ് ദ SI യൂണിറ്റ് ടു മെഷർ ഹീറ്റ്? ജൂള്. അപ്പോൾ ജൂൾ എന്ന് പറയുന്നത് ഏത് തരം എനർജി മെഷർ ചെയ്യുന്നതും ജൂൾ കൊണ്ടാണെന്ന് നമുക്കറിയാം. എനർജി അല്ലെങ്കിൽ വർക്കിൻ്റെ SI യൂണിറ്റ്, യൂണിറ്റ് ജൂളാണ്. അതുകൊണ്ട് തന്നെ ഹീറ്റ് എനർജി മെഷർ ചെയ്യുന്ന എന്തിലാണ്? ജൂളിലാണ്. SI യൂണിറ്റ് ചോദിച്ചാൽ അത് ജൂളാണ്. ഇനി മറ്റൊരു യൂണിറ്റാണ് കലോറി. SI യൂണിറ്റ് അല്ല, CGS സിസ്റ്റത്തിൽ വരുന്ന യൂണിറ്റ് ആണ്. അപ്പോൾ മറ്റൊരു യൂണിറ്റാണ്. SI യൂണിറ്റ് ചോദിച്ചാൽ ജൂൾ എന്ന് പറയാം, അല്ല ചോദിച്ചാൽ കലോറിയും ഹീറ്റ് മെഷർ ചെയ്യുന്ന യൂണിറ്റാണ്. ഇത് CGS സിസ്റ്റത്തിൽ വരുന്ന യൂണിറ്റാണ്. SI യൂണിറ്റ് ജൂളാണ്. ഇനി ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.24 കലോറി, അല്ലെങ്കിൽ ഒരു കലോറി ഈസ് ഈക്വൽ ടു 4.18, അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ 4.2 എന്നായിരിക്കും പറയുന്നത്. 4.2 ജൂൾസ് ആണ് ഒരു കലോറി എന്ന് പറയുന്നത്. അങ്ങനെ പഠിച്ചു വെച്ചോളാം. 1 കലോറി CGS സിസ്റ്റത്തിലുള്ള യൂണിറ്റ് അല്ലേ? 1 കലോറി എന്ന് പറയുന്നത് 4.2, ചിലപ്പം 4.18 എന്ന് കാണാം, അല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് 4.2 ജൂൾസ് ആണ് ഒരു കലോറി എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പം ചില ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് ആവശ്യം വരാൻ സാധ്യതയുള്ളതാണ്. ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂൾസ്, അല്ലെങ്കിൽ ഒരു ജൂൾ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 1/4.2 ചെയ്യും. അപ്പോൾ കിട്ടുന്നതാണ് 0.24 കലോറിയാണ് ഒരു ജൂള്. ക്ലിയർ ആയോ? അപ്പോൾ ഈ വാല്യൂസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ SI യൂണിറ്റും മറ്റൊരു യൂണിറ്റ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഇനി എന്താണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്? ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഹോട്ട്നെസ് അല്ലെങ്കിൽ കോൾഡ്നെസ് ഓഫ് എ ബോഡി. ഒരു ഒബ്ജക്റ്റിൻ്റെ, ഒരു ബോഡിയുടെ ഹോട്ട്നെസ്സിൻ്റെ, ചൂടിൻ്റെയോ തണുപ്പിൻ്റെയോ മെഷറാണെന്ത്? ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഹീറ്റ് എന്താണെന്നും പറഞ്ഞു, ടെമ്പറേച്ചർ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഹീറ്റ് മെഷർ ചെയ്യുന്നത് എന്ത് വെച്ചായിരുന്നു? ജൂൾ വെച്ചിട്ടാണ് ഹീറ്റ് മെഷർ ചെയ്യുന്നത്. ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഉണ്ട്. എന്താണ് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന യൂണിറ്റുകൾ? ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പല സ്കെയിലുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏതൊക്കെ സ്കെയിൽസ് ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്കെയിലുകൾ? ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് അല്ലേ? നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസ്, 0 ഡിഗ്രി സെൽഷ്യസ്, 30 ഡിഗ്രി സെൽഷ്യസ്, 20 ഡിഗ്രി സെൽഷ്യസ്. ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന സ്കെയിലാണ്. ഇനി മറ്റ് യൂണിറ്റുകളുണ്ട്. ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ട്. ഡിഗ്രി റാങ്കൈൻസ് എന്ന് പറയുന്ന സ്കെയിലുണ്ട്. ഡിഗ്രി കെൽവിൻ എന്ന് പറയുന്ന സ്കെയിലുണ്ട്. ഡിഗ്രി റെമർ എന്ന് പറയുന്ന സ്കെയിലും ഉണ്ട്. ഇത് പല സ്കെയിലുകളാണ്. സ്കെയിലുകളാണുള്ളത്. അപ്പോൾ ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, ഡിഗ്രി ഫാരൻഹീറ്റ് ഉണ്ട്, റാങ്കൈൻ ഉണ്ട്, കെൽവിൻ ഉണ്ട്, റിമർ ഉണ്ട്. ഇതെല്ലാം യൂണിറ്റുകളാണ്. ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ഡിഫറെൻറ്റ് സ്കെയിലുകളാണ്. ഒന്നുകൂടെ പറയട്ടെ. അപ്പോൾ ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, ഡിഗ്രി ഫാരൻഹീറ്റ് ഉണ്ട്, ഡിഗ്രി കെൽവിൻ ഉണ്ട്, അതുപോലെ ഡിഗ്രി റെമർ ഉണ്ട്, ഡിഗ്രി റാങ്കൈൻ ഉണ്ട്. ഇങ്ങനെ പല യൂണിറ്റുകളുണ്ട്. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന യൂണിറ്റ് ചോദിച്ചാൽ ഡിഗ്രി സെൽഷ്യസ് ആണ്. SI യൂണിറ്റ് ചോദിച്ചാൽ കെൽവിൻ ആണ് കേട്ടോ.
കേട്ടോ. ഡിഗ്രി കെൽവിൻ അല്ലെങ്കിൽ കെൽവിനാണ് SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ. ബാക്കിയുള്ള യൂണിറ്റുകൾ എല്ലാം ആവശ്യമുണ്ടെങ്കിലും ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ, ഈ 3 സ്കെയിലുകളാണ് എക്സാമിന് ആവശ്യമുള്ളതും എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള യൂണിറ്റുകൾ. അപ്പോൾ ഇതാണ് ടെമ്പറേച്ചറിനെ പറ്റി നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പറയുന്നത്. ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് അല്ലെങ്കിൽ SI യൂണിറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഈ ടെമ്പറേച്ചർ യൂണിറ്റുകൾ തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ പറയാനുള്ളത്. അതായത് ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻഹീറ്റും ഡിഗ്രി കെൽവിനും തമ്മിലുള്ള ബന്ധം. ഡിഗ്രി എന്ന് നമ്മൾ ചിലപ്പം കെൽവിൻ യൂസ് ചെയ്യാറില്ല, കെൽവിൻ എന്ന് മാത്രമേ പറയാറുള്ളൂ. ഇത്ര കെൽവിൻ. അപ്പോൾ ഈ 3 ടെമ്പറേച്ചർ സ്കെയിലുകൾ തമ്മിലുള്ള ബന്ധം നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിലുള്ള വാല്യൂ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന, നമുക്ക് സംശയമൊന്നുമില്ല. കാരണം നമ്മൾ എപ്പോഴും പറയാറുണ്ട് 30 ഡിഗ്രി തിളച്ചു, വെള്ളം 30 ഡിഗ്രിയിൽ തിളച്ചു, അല്ലെങ്കിൽ 40 ഡിഗ്രി തിളച്ചു, 100 ഡിഗ്രി വെള്ളം തിളപ്പിക്കണം, അല്ലെങ്കിൽ 50 ഡിഗ്രി തിളപ്പിക്കണം. ഇങ്ങനെയൊക്കെ പല ടേംസ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഗ്രി സെൽഷ്യസ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പക്ഷേ ഡിഗ്രി ഫാരൻഹീറ്റും ഡിഗ്രി കെൽവിനും ചിലപ്പോൾ സംശയം ഉണ്ടാവും. അപ്പോൾ അത് കമ്പയർ ചെയ്ത് വാല്യൂസ് നമ്മളിവിടെ പഠിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഞാൻ പറയട്ടെ, ഇവിടെ ഡിഗ്രി സെൽഷ്യസിൽ ഫ്രീസിങ് പോയിന്റ് ഓഫ് വാട്ടർ എത്ര ആണെന്ന് നമുക്ക് നോക്കാം. ഫ്രീസിങ് പോയിന്റ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ വെള്ളം ഫ്രീസ് ചെയ്ത് സോളിഡ് സ്റ്റേറ്റിലേക്ക് ഐസ് ക്യൂബ് ആക്കുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ടല്ലോ. നമ്മൾ ഫ്രിഡ്ജിൽ വെള്ളം വെച്ച് ആ വെള്ളത്തെ സോളിഡ് സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഏത് ടെമ്പറേച്ചറിലാണോ വെള്ളം ഫ്രീസ് ആയി സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നത്, ആ ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ് ഫ്രീസിങ് പോയിന്റ് ഓഫ് വാട്ടർ. അപ്പോൾ ഫ്രീസിങ് പോയിന്റ് ഓഫ് വാട്ടർ നമുക്കറിയാം 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. 0 ഡിഗ്രി സെൽഷ്യസ് ആണ് വെള്ളത്തിൻ്റെ ഫ്രീസിങ് പോയിന്റ് ഓഫ് വാട്ടർ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, നമുക്കറിയാം. അതുപോലെ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ്, അതായത് ബോയിലിംഗ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് ഫോമിലുള്ള വെള്ളം നീരാവിയായിട്ട് മാറുന്ന അല്ലെങ്കിൽ വേപ്പർ ആവുന്ന ടെമ്പറേച്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. ഈ 2 ടേംസും നമുക്ക് അറിയുന്ന 0 ഡിഗ്രിയും 100 ഡിഗ്രി സെൽഷ്യസും, ഈ 2 ടെമ്പറേച്ചറും നമുക്കറിയാം. ഇത് ബാക്കി 2 സ്കെയിലുകളിലും കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയാണെന്നുള്ളൊരു കാര്യം നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം ഇതെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്നും നമുക്ക് പഠിക്കാം. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി സെൽഷ്യസിലുള്ളൊരു വാല്യൂവിനെ ഡിഗ്രി ഫാരൻഹീറ്റിലോട്ട് എങ്ങനെ മാറ്റും, ഡിഗ്രി സെൽഷ്യസിലുള്ളൊരു വാല്യൂവിനെ ഡിഗ്രി കെൽവിനിലോട്ട് എങ്ങനെ മാറ്റും, ഈ 2 ഇക്വേഷൻസ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിലുള്ള വാല്യൂവിനെ ഡിഗ്രി കെൽവിനിലോട്ട് മാറ്റാനുള്ള ഇക്വേഷൻ ഇതാണ്. ഡിഗ്രി കെൽവിൻ ഈസ് ഈക്വൽ ടു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ റൗണ്ട് ചെയ്ത് പറയുമ്പോഴാണ് 273 പറയുന്നത്. 273.13 അല്ലെങ്കിൽ 15 ഈ ഒരു വാല്യൂ ആണ് ഓർത്ത് വെക്കേണ്ടത്. 273.15. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, ഡിഗ്രി കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എന്താ ഇക്വേഷൻ? ഡിഗ്രി കെൽവിൻ ഈസ് ഈക്വൽ ടു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273.15. ഇതാണ് ഇക്വേഷൻ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിനെ ഡിഗ്രി കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 270. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിൻ്റെ വാല്യൂ 0 ആണ്. 0 പ്ലസ് 273.15 ചെയ്തപ്പോൾ എത്ര കിട്ടി? 273.15 കെൽവിൻ എന്ന് കിട്ടി. ക്ലിയർ ആണോ? അപ്പോൾ ഡിഗ്രി കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എളുപ്പമാണ്. ഇനി നമുക്ക് 100 ഡിഗ്രി സെൽഷ്യസിനെ ഡിഗ്രി കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്താലോ എന്ത് വരും? ഡിഗ്രി കെൽവിൻ ഈസ് ഈക്വൽ ടു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273.15 അല്ലേ? അപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. 0 അല്ല, ഡിഗ്രി സെൽഷ്യസിൻ്റെ സ്ഥലത്ത് എത്ര കൊടുക്കണം? 100 കൊടുക്കണം. അപ്പോൾ 100 പ്ലസ് 273.15. അപ്പോൾ എത്ര വരും? 373.15 കെൽവിൻ. ഇവിടെ ആ വാല്യൂ നമുക്ക് കിട്ടി, ഈ വാല്യൂ കിട്ടി. അപ്പോൾ ഡിഗ്രി കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് ഡിഗ്രി ഫാരൻഹീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാണ്. ഡിഗ്രി ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു 9/5 ഇൻറ്റു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. 9/5 ഇൻറ്റു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32. ഈ ഇക്വേഷനെ നോട്ട് ചെയ്ത് വെക്കണം. പ്ലസ് 32 ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇത് നമുക്ക് 0 ഡിഗ്രി സെൽഷ്യസിനെ ഡിഗ്രി ഫാരൻഹീറ്റിലോട്ടൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കിയാലോ? നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ. എത്രയാണ് ഉത്തരം വരുന്നത്? 9/5 ഇൻറ്റു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32. അപ്പോൾ ഡിഗ്രി ഫാരൻഹീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിനെ ആയതുകൊണ്ട് ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 9/5 ഇൻറ്റു 0. അപ്പോൾ ഈ ഒരു ടേം മൊത്തം 0 ആയ പ്ലസ് 32. അപ്പോൾ 32 മാത്രം ബാക്കി വന്നു. സോ 32 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇതാണ് ശരി ഉത്തരം 0 ഡിഗ്രിയുടെ. ഇനി 100 ഡിഗ്രി സെൽഷ്യസിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? 9/5 ഇൻറ്റു 100നെ അല്ലേ കൺവേർട്ട് ചെയ്യേണ്ടത്? ഇൻറ്റു 100 പ്ലസ് 32. ഇതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് വരും? ഇത് തമ്മിൽ കട്ട് ചെയ്യാം. 9/5 ഇൻറ്റു 100 5 ഇൻറ്റു
20 വരും അല്ലേ, 20 വരും, 5 × 20. അപ്പോൾ എത്ര കിട്ടും? 2 × 19 180, 180 പ്ലസ് 32 212 ഡിഗ്രി ഫാരൻഹീറ്റ്. ക്ലിയർ ആണോ? അപ്പോൾ ഈ ക്ലിയർ ആണോ? ഈ വാല്യൂസ് കാണാതെ അറിയണം. 212. അപ്പോൾ 0 ഡിഗ്രി എന്ന് പറയുന്നത് എത്ര കെൽവിനാണ്? 0 ഡിഗ്രി എന്ന് പറയുന്നത് 273.15 കെൽവിനും അതുപോലെ 32 ഡിഗ്രി ഫാരൻഹീറ്റുമാണ്. 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 373.15 കെൽവിനും 212 ഡിഗ്രി ഫാരൻഹീറ്റുമാണ്. ക്ലിയർ ആണോ? ഈ പറഞ്ഞത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് ഡിസ്കസ് ചെയ്ത്. ഇതിനെപ്പറ്റി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് നമുക്ക് ഇനി വരുന്ന സമയങ്ങളിലൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത പറയാനുള്ള അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് പറയുന്നത്. എന്താണ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്? അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് പറഞ്ഞോട്ടെ. കൺസെപ്റ്റ് ഞാൻ എന്താണെന്ന് പറയാം. അതായത് നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും തമ്മിലൊരു ഡയറക്റ്റ് റിലേഷൻ ഉണ്ട്. ടെമ്പറേച്ചറും പ്രഷറും അപ്പോൾ അതെന്താണെന്നാണ് പറയാൻ പോകുന്നത്. അതായത് ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ പ്രഷർ കൂടുതലായിരിക്കും. ആലോചിച്ച് നോക്ക്, ടെമ്പറേച്ചർ വളരെ ചൂട് കൂടുതലാണ്, അപ്പോൾ അതിനകത്തുള്ള മോളിക്യൂൾസിൻ്റെ വൈബ്രേഷൻ വളരെ കൂടുതലായിരിക്കും. സോ പ്രഷർ കൂടുതലായിരിക്കും. ഇനി ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് പ്രഷർ കുറയുക തന്നെ ചെയ്യും. അതാണ് ഇവിടെ ഗ്രാഫായിട്ട് വരച്ചിരിക്കുന്നത്. ടെമ്പറേച്ചർ ഇത് 100 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ടെമ്പറേച്ചർ വരുന്നത് അല്ലേ. 100 ഡിഗ്രി സെൽഷ്യസിന് ഇവിടെയാണ് പ്രഷർ വരുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ ഇങ്ങനെ കുറഞ്ഞ് 0 ഡിഗ്രി ആവും തോറും ഈ പ്രഷർ കുറഞ്ഞ് വരുന്നുണ്ട് അല്ലേ. പ്രഷറിൻ്റെ വാല്യൂം ഈ സ്കെയിൽ പ്രഷറാണ്. പ്രഷറും കുറയും. അപ്പോൾ ടെമ്പറേച്ചർ കുറയുമ്പോൾ പ്രഷറും കുറയും. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് ആയ ഒരു ബോഡിയിൽ പ്രഷർ ഇവിടാണ്. 0യിൽ നിന്ന് വീണ്ടും ടെമ്പറേച്ചർ കുറച്ച് വന്നപ്പോൾ പ്രഷർ കുറഞ്ഞു വന്നു. അപ്പോൾ അബ്സല്യൂട്ട്ലി ഏകദേശം പ്രഷർ 0 ആവുന്ന ആ പോയിന്റിലുള്ള ടെമ്പറേച്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന്. മനസ്സിലായോ? അപ്പോൾ പ്രഷറും ടെമ്പറേച്ചറും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻ ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കുറഞ്ഞ് പ്രഷർ 0 ആവുന്ന ആ ടെമ്പറേച്ചറിനെയാണ് ആക്ച്വലി നമ്മൾ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. അതൊരു അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ ആയിട്ടാണ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിനെ നമ്മൾ കരുതുന്നത്. അപ്പം നെഗറ്റീവ് പ്രഷർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റേ ഇല്ല. അതായത് നെഗറ്റീവ് പ്രഷർ വരത്തില്ല. 0 വരെ മാക്സിമം എത്താം. അത് എത്താൻ പറ്റുന്നതിൻ്റെ അങ്ങേ അറ്റത്തെ വാല്യൂ ആണ് അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. ആ ടെമ്പറേച്ചർ എത്തുമ്പോഴത്തേന് മോളിക്യൂൾസിനൊന്നും മൂവ്മെൻറ്റ് കാണത്തില്ല, സ്റ്റാൻഡ് സ്റ്റില്ലായിരിക്കും. വളരെ സ്റ്റില്ലായിട്ടായിരിക്കും ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു മീഡിയം ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിച്ചാൽ, അച്ചീവ് ചെയ്യുന്ന ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 0 കെൽവിൻ അല്ലെങ്കിൽ -273.15 ഡിഗ്രി സെൽഷ്യസ്. ഇതാണ് നമ്മുടെ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്ന ടെമ്പറേച്ചർ. മനസ്സിലായോ? അബ്സല്യൂട്ട് സീറോ എന്ന് വെച്ചാൽ ഒന്നുകിൽ 0 കെൽവിൻ അല്ലെങ്കിൽ -273.15 ഡിഗ്രി സെൽഷ്യസ്. ഇതാണ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിൻ്റെ സിഗ്നിഫിക്കൻസും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അബ്സല്യൂട്ട് സീറോ എന്താണെന്ന് ഞാൻ പറഞ്ഞു. അബ്സല്യൂട്ട് സീറോ എന്ന് വെച്ചാൽ 0 കെൽവിൻ അല്ലെങ്കിൽ -273.15 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ലോവസ്റ്റ് ടെമ്പറേച്ചറിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് സീറോ എന്ന് വിളിക്കുന്നത്. അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ലോവസ്റ്റ് ടെമ്പറേച്ചർ ആണ്. ഇനി നേരത്തെ നമ്മൾ കൺവേർഷൻ പറഞ്ഞായിരുന്നു. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എവിടെ വെച്ചും ഇന്റർ കൺവേർഷൻ ചെയ്യാൻ വേണ്ടി 3 സ്കെയിലുകൾ തമ്മിലുള്ള ഒരു ബന്ധം പറയുന്ന ഒരു ഇക്വേഷൻ ആണ്. അതായത് C/100 എഴുതാം. ഇവിടെ ഒന്നുകൂടെ എഴുതുന്നു. C/100 ഈസ് ഈക്വൽ ടു F-32/180 ഈസ് ഈക്വൽ ടു K-273.15/100. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഇക്വേഷൻ. ഇത് ഓർത്തിരിക്കുകയാണെങ്കിൽ 3 സ്കെയിൽസും തമ്മിലുള്ള ബന്ധം നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഒരൊറ്റ സ്റ്റേജിൽ കിട്ടും. ഇതിനകത്ത് ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻഹീറ്റും തമ്മിലുള്ള ബന്ധം എടുക്കണമെങ്കിൽ ഈ 2 എണ്ണം മാത്രം കൺസിഡർ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡിഗ്രി ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ കിട്ടിയിട്ടുണ്ട് 9/5 × ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32. ഇതാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ഇനി അതല്ല, ഇത് തമ്മിലുള്ള ബന്ധം എടുക്കണമെങ്കിൽ ഇതും C/100 ഈസ് ഈക്വൽ ടു K-273/100 എന്ന് പറയുന്ന ഇക്വേഷൻ ആയിട്ടും എടുക്കുക. ഇത് രണ്ടും എടുത്തു കഴിഞ്ഞാൽ രണ്ടും തമ്മിലുള്ള ബന്ധം നമ്മൾ കിട്ടിക്കഴിഞ്ഞു. നമ്മൾ നേരത്തെ ചെയ്ത കാര്യം തന്നെ. അപ്പോൾ ഇത് 3നെയും ഒരുമിച്ച് ബന്ധപ്പെടുത്തി കാണിച്ചിരിക്കുന്ന ഇക്വേഷൻ ആണ്. ടെമ്പറേച്ചർ സ്കെയിൽ കൺവേർഷൻ്റെ ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്.
മനസ്സിലായോ? ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അതൊന്നുകൂടെ ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇതിൽ നിന്ന് ഒരു കാര്യവും കൂടെ നമ്മളൊന്ന് നോട്ട് ചെയ്യണം. അതായത് ഡിഗ്രി സെൽഷ്യസിൽ 1 ഡിഗ്രി സെൽഷ്യസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഡിഗ്രി കെൽവിനിൽ എത്ര ഡിഗ്രി ചേഞ്ച് ചെയ്യുമെന്ന് ചോദിക്കാം. അപ്പം ഡിഗ്രി സെൽഷ്യസിൽ 1 ഡിഗ്രി സെൽഷ്യസ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഡിഗ്രി കെൽവിനിലും 1 ഡിഗ്രി തന്നെയാണ് ചേഞ്ച് ഉണ്ടാകുന്നത്, സംശയമില്ല. കാരണം വെറുതെ 273 മാത്രം ആഡ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പം ഡിഗ്രി സെൽഷ്യസിൽ 1 ഡിഗ്രി സെൽഷ്യസ് ചേഞ്ച് ആകുമ്പോൾ ഡിഗ്രി കെൽവിനിൽ എത്ര ടെമ്പറേച്ചർ സ്കെയിൽ ചേഞ്ച് ആവും? 1 കെൽവിൻ തന്നെ സ്കെയിൽ ചെയ്യും. അതേസമയം ഡിഗ്രി ഫാരൻഹീറ്റിൽ 1.8 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. ഈ ഒരു ബന്ധം കൂടി നമുക്ക് അറിയാം. ഈ ബന്ധം കൂടി നമ്മൾ അറിയണം, മസ്റ്റായിട്ടും അറിയേണ്ടതാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഡിഗ്രി സെൽഷ്യസിൽ 1 സ്കെയിൽ ചേഞ്ച് ചെയ്യുമ്പം ഡിഗ്രി ഫാരൻഹീറ്റിൽ 1.8 ഡിഗ്രി ചേഞ്ച് ചെയ്യും, ഡിഗ്രി കെൽവിനിൽ 1 ഡിഗ്രി തന്നെയായിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. ഈ ഒരു ബന്ധം ഓർക്കുക. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിൽ 1 ഡിഗ്രി സെൽഷ്യസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഡിഗ്രി കെൽവിനിലും 1 തന്നെയായിരിക്കും, പക്ഷേ ഡിഗ്രി ഫാരൻഹീറ്റിൽ 1.8 ഡിഗ്രി ആയിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ഓക്കെ ആണല്ലോ? ഒരു ടെമ്പറേച്ചർ സ്കെയിലിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്ന് നിങ്ങൾക്ക് പറയാമോ? അറ്റ് വാട്ട് ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ് ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഡിഗ്രി ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ ഹാവ് സെയിം വാല്യൂ. ഇത് നമുക്ക് ആ ഇക്വേഷൻ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഡിഗ്രി സെൽഷ്യസിലും ഡിഗ്രി ഫാരൻഹീറ്റിലും ഒരേ ടെമ്പറേച്ചർ വാല്യൂസ് വരുന്നത് ഏത് ടെമ്പറേച്ചറിലാണ്? അതായത് മനസ്സിലായോ? അതായത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു വാല്യൂ ഉണ്ടാവും, ഡിഗ്രി ഫാരൻഹീറ്റിലും ഉണ്ടാവും. ഇത് രണ്ടും സെയിം ആവുന്നത് ഏത് ടെമ്പറേച്ചറിലാണെന്ന് ചോദിച്ചാൽ അത് -40. അതായത് -40 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് -40 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഇതാണ് ചോദ്യത്തിൻ്റെ ഉത്തരം. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അറ്റ് വാട്ട് ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഡിഗ്രി ഫാരൻഹീറ്റ് സ്കെയിൽ ടെമ്പറേച്ചർ ഹാവ് സെയിം വാല്യൂ -40. ഡെറിവേഷൻ ഞാൻ കാണിക്കുന്നില്ല, നമ്മുടെ എക്സാം പോയിന്റിൽ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഡെറിവേഷനോ കാര്യങ്ങളോ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിപ്പം പറഞ്ഞ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇത് ഡെറിവേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ആവശ്യമില്ല. അതായത് ഈ ഇക്വേഷനകത്ത് തന്നെ രണ്ടും എക്സ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടുന്നേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ആൻസറിലേക്ക് നമുക്ക് വരാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം, വാട്ട് ടെമ്പറേച്ചർ ഫാരൻഹീറ്റ് ആൻഡ് കെൽവിൻ സ്കെയിൽ ടെമ്പറേച്ചർ ഹാവ് സെയിം വാല്യൂ. ഫാരൻഹീറ്റിനും അതുപോലെ തന്നെ കെൽവിനിലും സെയിം വാല്യൂ കിട്ടുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണെന്നറിയോ? ആ വാല്യൂവും കൂടെ നോട്ട് ചെയ്ത് വെച്ചോളാം. 574.59. 574 ഏകദേശം 574. 574.59 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് ഇത്രയും തന്നെ കെൽവിനാണ്. ഇതാണ് നമ്മുടെ ഇതും ഡെറിവേഷൻ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. എങ്ങനെയാണ് ഡെറിവേഷൻ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഡെറിവേഷൻ ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട്. അതായത് എക്സ് രണ്ടിടത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫാരൻഹീറ്റും കെൽവിനും തമ്മിലുള്ള ബന്ധമുള്ള ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നിങ്ങൾ പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ, ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേ. 95 ഡിഗ്രി ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു ഡാഷ് ഡിഗ്രി സെൽഷ്യസ്. 92 ഡിഗ്രി. പെട്ടെന്ന് ഉത്തരം കമൻറ്റ് ചെയ്തേ. 95 ഡിഗ്രീസ് ഫാരൻഹീറ്റ് എത്രയാണെന്നാണ് ചോദിച്ചത്. ഉത്തരം പെട്ടെന്ന് പറയാം. ഉത്തരം പറയാം. എത്രയാണ് ശരി ഉത്തരം? സൊല്യൂഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെ നിങ്ങൾക്ക് കാണാം. ഏത് ഇക്വേഷനകത്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്ത ഇക്വേഷൻ, നമ്മൾ പറഞ്ഞ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. ഡിഗ്രി ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു 9/5 ഇൻറ്റു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32. ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഫാരൻഹീറ്റ് ഡിഗ്രി സെൽഷ്യസിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഫാരൻഹീറ്റിനാണ് വാല്യൂ ഇട്ട് കൊടുക്കേണ്ടത് അല്ലേ. അപ്പം 95-ന് ഇവിടെ വാല്യൂ ഇട്ട് കൊടുക്കണം. ഈസ് ഈക്വൽ ടു 9/5 ഇൻറ്റു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32 ആണ്. 32 ഇപ്പുറം പോവും, അപ്പം മൈനസ് വരും. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഉത്തരത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കിടക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഡയറക്റ്റ് ആയിട്ട് ഉത്തരം ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഏത് ഓപ്ഷനാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഏതാണ്? എത്രയാണ് കിട്ടിയത്? 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. 35 ഡിഗ്രി സെൽഷ്യസ് ആണ് കിട്ടിയത്. 35 ഡിഗ്രി സെൽഷ്യസ്. ഇനി അടുത്ത ചോദ്യം, നോർമൽ ടെമ്പറേച്ചർ ഓഫ് എ ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിലെ ഹ്യൂമൻ ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ, നോർമൽ ടെമ്പറേച്ചർ എത്രയാണ് ഉത്തരം വരുന്നത്? ശരിയാണോ? 98.6 ഡിഗ്രി സെൽഷ്യസ് ആണോ? അല്ല, ഡിഗ്രി സെൽഷ്യസ് അല്ല എന്തായാലും. കാരണം 100 ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തിളയ്ക്കുന്ന ടെമ്പറേച്ചറാണ്. 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണോ? നമുക്കറിയില്ല. 37 ഡിഗ്രി ഫാരൻഹീറ്റ് ആണോ? അല്ല.
40°C ആണോ? അല്ല. ഉത്തരം എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങളുടെ ആൻസറിനകത്ത് 98.6 ഉണ്ടാകും നോക്കുക, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് 37°C ഉണ്ടെന്ന് നോക്കുക. ഇത് രണ്ടുമാണ് നോർമൽ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ. ചിലപ്പോൾ 36.9 ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഈ വാല്യൂസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഉത്തരമായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ക്ലിയർ ആയോ? ഈ പറഞ്ഞ കാര്യം ക്ലിയർ ചെയ്തോ? ക്ലിയർ ആയോ? ഈ വാല്യൂസ് ആണ് നമുക്ക് അറിയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കുറച്ച് കാര്യങ്ങൾ, ജസ്റ്റ് ടെമ്പറേച്ചർ സ്കെയിൽ മാത്രമേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ടെമ്പറേച്ചർ സ്കെയിൽ എന്താണെന്ന് പറഞ്ഞു, ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ സ്കെയിൽസ് പരിചയപ്പെട്ടു, അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ പരിചയപ്പെട്ടു, അതുപോലെ ടെമ്പറേച്ചർ സ്കെയിൽസ് ഇൻ്റർ കൺവേർഷൻ പറഞ്ഞു. അപ്പോൾ ഇത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ടോപ്പിക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ബാക്കി ഹീറ്റ്, ടെമ്പറേച്ചർ, ഹീറ്റ് ട്രാൻസ്ഫർ, അതുപോലെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ഇങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട്, തെർമോഡൈനാമിക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വരുന്ന ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.